ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ.
ദുഷ്പ്രവൃത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിക്കുന്നു. സകല മനുഷ്യ നിയമത്തിനും കർത്താവിൽ നിമിത്തം കീഴടങ്ങുകയും ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവൃത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവൃത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവർ എന്ന് വെച്ച് നാടുവാഴികൾക്ക് കീഴടങ്ങുകയും നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ദോഷത്വം ഇല്ലാതാക്കണം എന്നുള്ളത് ദൈവേഷ്ടമാകുന്നു. സ്വതന്ത്രരായും സ്വാതന്ത്ര്യ ദുഷ്ടതയ്ക്ക് മറയാക്കാതെയും ദൈവത്തിന്റെ ദാസന്മാരായും നടക്കുകയും എല്ലാവരെയും ബഹുമാനിക്കുകയും സഹോദരവർഗത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും രാജാവിനെ ബഹുമാനിക്കുകയും അമീനാബിബാർക്കുമോ പരിശുദ്ധനായ പൗലോസ്ലീഹ ഗലാത്യർക്കെതിരെ ലേഖനത്തിൽ നിന്നും ആഹായി പാർക്കുമോ. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർമ്മിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ വെളിപാട് ഞാൻ അത്രേ പ്രാപിച്ചത്. യഹൂദ മതത്തിലെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എന്റെ പിതൃപാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം വെരിവേറി എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോകുന്നു. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതിയുടെ അറിയിക്കേണ്ടതിന് അവനെ എന്നെ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരത്നങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരൂശലേമിലേക്ക് പോയി 15 ദിവസം അവനോടുകൂടെ പാർത്തു. എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറൊരുത്തിനെയും കണ്ടില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ബോസ്കല്ല എന്നതിനെ ദൈവം സാക്ഷി. പിന്നെ ഞാൻ സൂറിയ കിലിക്കിയ ദിക്കുകളിലേക്ക് പോയി. യഹൂദയിലെ ക്രിസ്തുസഭകൾക്കോ ഞാൻ മുഖപരിചയമില്ലാത്തവനായിരുന്നു. മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ കുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. ആമീൻ. പാർക്കുമോ. ദൈവത്തിന്റെ ജീവനുള്ള ഞങ്ങളുടെ അറിയിപ്പിനെ
കേൾക്കണം. മറയ്ക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ജീവൻ നൽകുന്ന എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന സുവിശേഷകനായ വിശുദ്ധ ലൂക്കോസിൽ നിന്നും പരിശുദ്ധകന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാരകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. എലിസബത്ത് യഥാകാലം ഒരു പുത്രനെ പ്രസവിച്ചു. ദൈവം അവളോട് മഹാകരുണ ചെയ്തതായി കേട്ട് അയൽക്കാരും ചാർച്ചക്കാരും അവളോടൊപ്പം സന്തോഷിച്ചു. 8-ാം ദിവസം കുട്ടിക്ക് പരിച്ഛേദനകർമ്മം ചെയ്യാൻ എല്ലാവരും വന്നു. പിതാവിന്റെ പേരിൻ പ്രകാരം അവനെ സഖറിയ എന്ന് പേരിടുവാൻ ഭാവിച്ചു. അപ്പോൾ അവന്റെ അമ്മ അവനോട്, അങ്ങനെയല്ല, അവന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന് പറഞ്ഞു. അവർ അവളോട്, ഈ പേരുള്ള ഒരുവരും നിങ്ങളുടെ സ്വജനങ്ങളിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് പേരിടുവാൻ ഇച്ഛിക്കുന്നുവെന്ന് അവന്റെ പിതാവിനോട് ആംഗ്യം കാട്ടി ചോദിച്ചു. സഖറിയ അവരെഴുത്തുപലക ചോദിച്ചു വാങ്ങി അവന്റെ പേര് യൂഹാനോൻ എന്നെഴുതി. ഉടൻ തന്നെ അവൻ വായി തുറന്ന് സംസാരിക്കുകയും എല്ലാവരും അത്ഭുതപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. അവരുടെ അയൽക്കാരെല്ലാവരും സംഭ്രമിച്ചു. യഹൂദ്യയിലെ മലനാട്ടിലെങ്ങും ഇക്കാര്യങ്ങൾ സംസാര വിഷയമായി തീർന്നു. കേട്ടവരെല്ലാവരും ഈ ശിശു ആരായി തീരുമെന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്തു. കർത്താവിന്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവന്റെ പിതാവായ സഖറിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഇങ്ങനെ പ്രവചിച്ച് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. എന്നാൽ അവൻ തന്റെ ജനത്തെ സന്ദർശിക്കുകയും രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ ശത്രുക്കളിൽ നിന്നും സകല വിരോധികളുടെ കയ്യിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുന്നതാണെന്ന് ആദ്യം മുതലുള്ള തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത പ്രകാരം തന്റെ ദാസനായ ദാവീദിന്റെ കുടുംബത്തിൽ നമുക്കായി രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അവൻ കരുണ ചെയ്ത് നാം നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷ പ്രാപിച്ച് ആയുഷ്കാലം മുഴുവനും നീതിയോടും ന്യായത്തോടും കൂടെ തിരുമുമ്പിൽ നിർഭയം ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് സംഗതി വരുത്തിയിരിക്കുന്നു. തന്റെ വിശുദ്ധ നിയമങ്ങളെയും നമ്മുടെ പിതാവായ അബ്രഹാമിനോട് അവൻ ചെയ്ത വാഗ്ദാനങ്ങളെയും താൻ ഓർത്തിരിക്കുന്നു. ശിശുവേ, നീ അത്യുന്നതന്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴിയൊരുക്കുവാൻ അവന് മുമ്പേ നീ പോകും. പാപമോചനം മൂലമുള്ള രക്ഷയെക്കുറിച്ച് അവന്റെ ജനത്തിന് അറിവ് നൽകുവാനായിട്ട് തന്നെ. അങ്ങനെ നമ്മുടെ ദൈവത്തിന്റെ കാരുണ്യാതിരേകത്താൽ ഉന്നതങ്ങളിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഇരുട്ടിലും മരണനിഴലിലിരിക്കുന്നവർക്ക് പ്രകാശം ലഭിക്കും. സമാധാന മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങൾ നയിക്കപ്പെടും. ശിശു വളർന്ന് ആത്മാവിൽ ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. അവൻ ഇസ്രായേലിന്റെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ട നാൾ വരെ വിജനപ്രദേശത്ത് വസിക്കുകയും ചെയ്തു.
ബാറയ്ക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. പേജ് നമ്പർ 266. വൃദ്ധതയേറിയ വന്യസ്ത്രീ യോഹാനോനെ കർത്താവിനോട് കൃപയും അനുഗ്രഹങ്ങളും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അനശ്വരമായ നല്ല മഹത്വവും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. കന്യകയാവുന്ന മുദ്രത്തണ്ടിൽ നിന്ന് അടർത്തിയെടുക്കപ്പെടുകയും ശൂന്യനഗരത്തിൽ വെച്ച് പിഴിഞ്ഞെടുത്ത് രക്ഷാകരമായ ദാസായി കലർത്തപ്പെടുകയും വിശ്വാസമുള്ള സഭയ്ക്ക് നൽകപ്പെടുകയും ചെയ്ത ജീവനുള്ള മുന്തിരിക്കുലയായ കർത്താവിന്റെ ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാരോഗ്യം സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെ ദിവ്യവും സ്വർഗീയമായ ശിരസുകളുടെ മുമ്പാകെ ഭയങ്കരമായ ശിരോർബാനയുടെ മുമ്പാകെ ബഹുമാനപ്പെട്ട ആചാര്യകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമാനിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളാതിന്റെ സകലജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനെ ദൈവം ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ളതിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയ ആത്മാക്കളെയും നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പരിമഞ്ഞ് കളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളെ സഹായിക്കാൻ വന്നു ചേരണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിനമായ ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം മാറ്റിക്കളയണമേ.
സമാധാനപ്രിയരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിനക്കിഷ്ടമുള്ളത് വലിയോജ്യവും നിന്റെ ദൈവത്തെ തന്നെ പ്രീതികരവുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവ്യബലി അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ ബലിപീഠത്തിന്റെ സന്നദ്ധിയിൽ വന്നുകൂടി നിന്റെ മഹാകരുണകൾക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ ദാസന്മാരെയും ദാസികളെയും നീ അനുഗ്രഹിക്കണമേ. നിന്റെ വിശുദ്ധാത്മ നൽകൽ ഇവർക്ക് നൽകണമേ. നിന്റെ വിശുദ്ധ ശരീരവും പാപപരിഹാരപ്രദമായ രക്തവും അനുഭവിക്കുവാൻ ഇവർ യോഗ്യരായി തീരത്തക്കവണ്ണം ഇവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ശുദ്ധീകരിക്കണമേ. ആത്മീയമായ ആയുധങ്ങളെ ധരിപ്പിക്കണമേ. സ്നേഹവും ഐകമത്യവും ഇവരെ അണിയിക്കണമേ. ഇവരുടെ ഇടയിൽ സമാധാനവും ശാന്തിയും വാഴുമോറാകണമേ. ശിക്ഷകളിൽ നിന്നും കോപവടികളിൽ നിന്നും ഇവരെ രക്ഷിക്കണമേ. നിന്റെ വിശുദ്ധ ശ്രീമായാൽ ഇവരെ കാത്തുകൊള്ളണമേ. നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ വലത്തുഭാഗത്തെ ശ്രേഷ്ഠമായതിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വകുപുരസുതാൻ ലൗൽമീ. ഞാനും ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ആചാര്യന്റെ പ്രാർത്ഥന ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും നാഴികൈതുതാ
നിന്റെ ജനങ്ങൾക്കും നിന്റെ ഇടവകയ്ക്കും നിത്യമായ ശാന്തിയും സമാധാനവും സ്നേഹവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബകുലസ്ബാൻ ലൗൽമീ ബർഗ്മോർ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ആയിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമത്താൽ ഓരോരുത്തരും അടുത്തവര് തമ്മിൽ സമാധാനം കൊടുക്കണം. ശ്ലോമോ നൽകും പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലവലിക്കണം. കർത്താവേ, നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. സമാധാനം പാലിക്കുന്നവർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങൾ അർഹരായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബകുലസ്ബാൻ ലൗൽമീ. കർത്താവേ, നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സ്തോത്രബലി മൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപവികാരങ്ങൾ ലേവർത്തിക്കും നല്ല പ്രവൃത്തികളോടുള്ള വേഴ്ചയ്ക്കുമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബകുലസ്ബാൻ ലൗൽമീ. സത്യവിശ്വാസത്തോടും നല്ല ദൈവത്തോടും കൂടെ ബഹുമാനപ്പെട്ട ഈ ആചാര്യകളാണ് നമ്മുടെ മുഖാവതരിപ്പിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കൃപാനെ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും ജീവനുള്ള വിജയസഹനത്തിലൂടെയാവാം ദൈവത്തിന് നിരത്തിലും സമാധാനത്തിലും മണക്കുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നുമെന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മശിഹാരപുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഭക്തിയോടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. കർത്താവ്
ഞങ്ങളോടും ആത്മീയമായി ചേർന്നുകൊണ്ട് വിശ്വാസികളാകുന്ന ജനം മുഴുവനും സ്വന്തന്മാരെ പോലെ പാടി ഉച്ചസ്ഥലം നിന്നെ മഹത്വപ്പെടുത്തുന്നു. മസകിൻ നമ്മുടെ കർത്താവ് രക്ഷാകരമായ നിന്റെ കഷ്ടാനുഭവത്തിനൊരുങ്ങിയപ്പോൾ തൃക്കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ചു. തന്റെ വിശുദ്ധ ശിഷ്യന്മാർക്ക് നൽകി വിഭജിച്ചു കൊടുക്കുകയും അതുമൂലം പാപപരിഹാരപ്രദമായ ശരീരം നിത്യജീവന് വേണ്ടി നമുക്ക് നൽകുകയും ചെയ്തു. അപ്രകാരം തന്നെ കാസായും താനെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. തന്റെ വിശുദ്ധ ശിഷ്യന്മാർക്ക് നൽകിയത് മൂലം പാപപരിഹാരപ്രദമായ തന്റെ രക്തം നിത്യജീവന് വേണ്ടി നമുക്ക് നൽകുകയും ചെയ്തു. ഇത് നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നത് വരെ എന്റെ മരണവും കബറടക്കവും പുനരുത്ഥാനവും നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ എന്നുള്ള നിർദ്ദേശവും താൻ അവർക്ക് നൽകിയ ദാമോദോസേനോ രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തിലെ വിസ്മീയങ്ങളായ അത്ഭുത പ്രവൃത്തികളും എല്ലാവർക്കും അവരവരുടെ പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം നൽകുന്ന നിന്റെ വരവിന്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങളും ഞങ്ങൾ ഓർക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നോട് പ്രാർത്ഥിക്കുന്നു.
കർത്താവേനോടുത്തരമരുളി ദേവോ നീ ഞങ്ങളോടു കരുണ ചെയ്യണമേ. പരിശുദ്ധർഹാവസിക്കപ്പെട്ടേ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമായി പൂർത്തീകരിക്കുമോ സംബന്ധിക്കുന്നവരാ ഞങ്ങളെ നിന്നോടുകൂടെ ആനന്ദം അനുഭവിക്കുന്നവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വകുലസ്വാൻ ലൗൽമീ. നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ വിശുദ്ധസഭകളെ മേടിവരിക്കുന്ന ബുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നടത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രകീശന്മാരായ ആബൂന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ആബൂന്മാർ ബസേലിയോസിനു വേണ്ടിയും ആബൂന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസിനെയും കാതോലിക്കാവായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടി മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ താനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിൽ നിന്നെല്ലാ തെറ്റായ ഉപദേശങ്ങളും മായിച്ചു കളഞ്ഞ് സത്യവും നീതിയും സമാധാനവും നിലനിൽക്കുന്ന ഇടമായി അതിനെ രൂപാന്തരപ്പെടുത്തണമേ. അതിൻ്റെ ഇടയന്മാർക്ക് ഉത്തമവും ഫലപ്രദവുമായ ആയുസ് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വകുലസ്ബാൻ ലൗൽമീൻ. ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷയിലാപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവർ രക്ഷയ്ക്ക് വേണ്ടി വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടി ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും വിലീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യകൃത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളെ എല്ലാവർക്കും അന്യോന്യവും ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സങ്കടപ്പെടുന്ന അനാഥരെയും നിലവിളിക്കുന്ന ദരിദ്രരെയും പീഡയും ക്ലേശവും അനുഭവിക്കുന്ന പാവങ്ങളെയും വേദനയിൽ കഴിയുന്ന രോഗികളെയും ഏകാന്തയിലും നിരാശയിലുമായ വൃദ്ധജനങ്ങളെയും യുദ്ധമോ പ്രകൃതിക്ഷോഭമോ മൂലം കഷ്ടപ്പെടുന്ന നിന്റെ മക്കളെയും നീ കരുണയോടെ കടാക്ഷിക്കണമേ. അവരെയും അവരെ സഹായിക്കുന്നവരെയും നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വകുലസ്ബാൻ ലൗൽമീൻ. വിശ്വാസികളും സത്യക്രിസ്ത്യാനിയുമായ സകല ഭരണകർത്താക്കളെ ഓർക്കുന്നു. പട്ടക്കാലം വിശ്വാസവും ക്രിസ്ത്യാനിസവും മുഴുവൻ സുഖങ്ങളായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്നിൽ ആശ്രയിക്കുന്ന ഭരണകർത്താക്കളെയും ഞങ്ങളുടെ രാജ്യത്തിന്റെ നേതാക്കളെയും നീ കാത്തുകൊള്ളണമേ.
ജനങ്ങളെ നീതിയിലും സമാധാനത്തിലും പാലിക്കുവാനുള്ള ധൈര്യവും വിവേകവും അവർക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബകുലസുബാൻ ലൗൽ മീൻ. ഭാഗ്യമായ ദൈവമാതായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ ഭക്തന്മാരെയും കരാശന്മാരെയും ഫിലിസ്തന്മാരെയും സഹോദരന്മാരെയും അവതാരന്മാരെയും ഭാഗ്യവാന്റെ നിജമായ മുന്നോട്ടക്കാരനുമായ മാധ്യമാന മക്കാരായും മാസന്മാരിൽ പ്രധാനിയും സഹോദരന്മാരിൽ മുഖ്യനുമായ ഭക്തനും മഹത്തോളവരുമായ മാസ്റ്റർഫാനസിനെയും ഇവന്മാരെ തലവന്മാരായ ഉന്നതപ്പെട്ടമാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമോസിനെയും ശേഷം സർവ്വന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം നോക്കണം. അവരുടെ പ്രാർത്ഥന ഓടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്നെ സ്നേഹിക്കുകയും നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്ത എല്ലാവർക്കുമായി സൂക്ഷിച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെയും വിശ്വാസികളാ ഞങ്ങളുടെ മരിച്ചുപോയവരെയും കൃപയോടെ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബകുലസുബാൻ ലൗൽ മീൻ. ലീഗാഴ്ചെടുത്തതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി പ്രാപിച്ച് ശ്രമിക്കുന്നവരെയും മിഖ്യായിലും വസതിയിലും പോലീസിലും പ്രദേശത്തിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പുസ്തക ദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മത്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ധരിച്ചവരുമായ പിതാക്കന്മാരെയും ഊർസിലേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലേഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലീനീസും ദിയോനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും ദീമോത്തിയോസും ഫെലിക്സീനോസും അന്തീമോസും ഈവാനിയോസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നതവുമായ പ്രസിദ്ധനായ മാർഗോറിലോസും ജ്ഞാനികാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ടുവരഞ്ഞ ആ മേച്ചിലും മറിയാം സംശയം കൂടാതെ ദൈവമാതാവും എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രയോസും സത്യവിശ്വാസ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മാറിയാക്കവും ഉത്ഥാനായും മാറപ്രയും മാറിയാക്കവും മാർ സഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരെ തലവനായ മാർ ഉത്സവമായും മാർ സുമോന്തുസ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാറായും എന്തോമാർ വസേലിയോസും മലങ്കരയിലെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദീവന്യാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടി ഇവരുടെ ശേഷമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കൊണ്ടേയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഏകജാതന സഹോദരങ്ങളുമായി തീരുവാൻ ഞങ്ങളെ സഹായിച്ച പൂർവികരും വിശുദ്ധരുമായ ഞങ്ങളുടെ മാതാപിതാക്കളോടുള്ള സംസർഗത്തിൽ ഞങ്ങളെ നാളും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബകുലസുബാൻ ലൗൽ മീൻ. അരൂപികളുടെയും സകല ജനങ്ങളുടെയും ഇടയനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി പ്രാപിച്ച് ശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മൻപായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടുവന്നവനായ നമ്മുടെ ദൈവമായ മിശിഹായോട്
ധാരാളമായ തന്നെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെ തന്നെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയിലായിസോനും നട്ടവസിച്ച് പറയണം. മരണത്തിൽ നിന്നും പൂഴിയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുമ്പോൾ നിന്റെ ഏകജാതന്റെ കൃപ അവരിൽ പ്രബലപ്പെടുവാനിടയാകണമേ. അവൻ മൂലം കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. പുതുക്കം പ്രാപിച്ചുകൊണ്ട് അതിന്റെ ആത്മീയ രാജ്യത്തിൽ ആനന്ദിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും കൃപയോടെ അർഹരാക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവേശ്വമിശിഹായോടും പരിശുദ്ധ റൂഹായോടും കൂടെ കുർബാന വഴിയായി സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമോറാകണമേ. ഹോശോ വബുകുരസ്ബാൻ ലവൽമീ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹാകുന്ന ദൈവത്തിന്റെ കരുണയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നിന്റെ അനുഗ്രഹങ്ങളാലും കരുണയാലും രോഗികൾക്ക് പൂർണ്ണ സൗഖ്യവും, ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് ആശ്വാസവും, ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വിടുതലും, അകലെ പോയിരിക്കുന്നവർക്ക് തിരിച്ചുവരവും, സമീപസ്ഥർക്ക് നല്ല കാവലും നൽകണമേ. ഭിന്നിച്ചിരിക്കുന്നവർക്ക് ഐക്യവും സ്നേഹവും, ചിന്നിപ്പോയിരിക്കുന്നവർക്ക് ഒരുമിപ്പും, കാണാതെ പോയിരിക്കുന്നവർക്ക് കണ്ടെത്തലും, വിലപിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വിശ്രമവും, അഗതികൾക്ക് സന്തുഷ്ടിയും, വിധവമാർക്ക് മനോധൈര്യവും സഹായവും, ദരിദ്രർക്ക് പോഷണവും സംതൃപ്തിയും, ഭാവികൾക്ക് പൂർണ്ണമോചനവും,
നല്ലതയും ശുശ്രൂഷകർക്ക് വെണ്മ കൊടുക്കുകയും നിന്റെ നിരപ്പെ ഭൂമിയിലെ രാജ്യങ്ങളിൽ വാഴുകയും യുദ്ധങ്ങൾക്ക് ഒതുക്കവും മരിച്ചവർക്ക് ആശ്വാസവും ഞങ്ങൾക്ക് കടങ്ങളുടെയും പാവങ്ങളുടെയും മോചനവും നൽകണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. കാരുണ്യവാനായ പിതാവാം ദൈവമേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും നിർമ്മലമാക്കണമേ. പാറയ്ക്കുമോ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ഞങ്ങൾക്ക് ഉപദ്രവവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും ഞങ്ങൾക്ക് ഗുണകരവും പ്രയോജനകരവുമായ വേഗത്തിൽ നീ വ്യത്യാസപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബകുലസുബാൻ ലൗൽമീ. ബാറയ്ക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം. അടക്കപ്പെട്ട ഈ ശിരസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കണ്ണുകളാലും തലവിളിക്കണം. കർത്താവേ, നിന്റെ സകല കൃപകളും സകല അനുഗ്രഹങ്ങളും സകല നൽവരങ്ങളും നിന്റെ സഭയിലും നിന്റെ ജനങ്ങളിലും നിന്റെ ഇടവകയിലും വന്ന് വസിച്ച് കവിഞ്ഞൊഴുകുമോറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബകുലസുബാൻ ലൗൽമീ. ബാറയ്ക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം.